2026 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അതേപോലെ തന്നെ 2025-ലും 2024-ലും ഒക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ 100% യൂസ്ഫുൾ ആയിരിക്കും. അതായത് 2026-ൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഗവൺമെൻറ് എക്സാംസുകൾ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്നത് ഓരോ ബ്രാഞ്ചസിൽ വളരെ കുറഞ്ഞ ഒഴിവുകൾ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ അങ്ങനെ കാര്യമായിട്ടുള്ള എക്സാംസുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത് 10,000-കണക്കിന് ഒഴിവുകളാണ് ഓരോ സ്ട്രീമിലും വരുന്നത്. അത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടർ സയൻസിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇലക്ട്രിക്കൽ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റ് ബ്രാഞ്ചസുകാർക്ക് ആവശ്യമുള്ള വീഡിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ ബ്രാഞ്ചസിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ 2026-ൽ പാസ് ഔട്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട വേക്കൻസി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, KSEBയുടെ സബ് എഞ്ചിനീയർ തന്നെയാണ്. കാരണം KSEB സബ് എഞ്ചിനീയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2026-ൽ ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ 2026 നവംബറിലാണ് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു 6 മാസം മുന്നേ ആയിരിക്കും പൊതുവെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസമോ തൊട്ടടുത്ത മാസമോ തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ഒരു എക്സാമാണ് KSEB സബ് എഞ്ചിനീയർ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 691 ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനോടകം അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് ഇപ്പോൾ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ വീണ്ടും ഒരു 100 പുതിയ അഡ്വൈസുകൾ പോയതുകൊണ്ട് KSEB സബ് എഞ്ചിനീയറിൽ ഇനിയും എന്ത് ചെയ്യാൻ പോവുകയാണ്, വേക്കൻസീസ് വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു ടീച്ചിങ് പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2027-ൽ എന്ത് ചെയ്യാണ്, ലെക്ചർ ഇൻ പോളിടെക്നിക്കിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ടീച്ചിങ് പോസ്റ്റിൽ പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഫസ്റ്റ് ക്ലാസ് ബിടെക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവസരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ PWD, അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇപ്പോൾ KSEB നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പോകണം, അതായത് റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ 360 പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനോടകം അഡ്വൈസ് പോയൊരു എക്സാമാണ്. സ്വാഭാവികമായിട്ടും മെയിൻ ലിസ്റ്റിലെ എല്ലാ ആളുകൾക്കും ജോലി വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് പതിവിലും നേരത്തെ എന്ത് ചെയ്യാം, അതിൻ്റെ വാലിഡിറ്റി അവസാനിച്ചുകൊണ്ട് പുതിയ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ KSEB സബ് എഞ്ചിനീയറും ഒരു അൺഎക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സാം തന്നെയാണ്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എക്സാംസ്. അതേപോലെ സെൻട്രൽ ഗവൺമെന്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാംസിലൊന്നാണ് PSU എക്സാംസ് എന്ന് പറയുന്നത്. ഇതിനോടൊക്കെ നമ്മൾ പല വീഡിയോസുകൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ ഒരുപാട് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പോസ്റ്റുകൾ, ലക്ഷക്കണക്കിന് രൂപ സാലറി ലഭിക്കുന്ന ഇത്തരം പോസ്റ്റുകളും എല്ലാ വർഷവും കടന്നു പോകുന്നുണ്ട്. ഇത് കൂടാതെ സെൻട്രൽ ഗവൺമെന്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇനി ഒട്ടും വൈകില്ല. RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 2 മാസത്തിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. മിനിമം ഒരു 7,000-ലധികം ഒഴിവെങ്കിലും ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിൽ വരാനിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിലവിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള KWA നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുള്ള KWA ഓപ്പറേറ്റർ, അതേപോലെ ഒട്ടനേകം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ എക്സാംസുകൾ ഏത് നോട്ടിഫിക്കേഷൻ എടുത്താലും ഉണ്ട്. അതേപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അല്ലേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ലാബ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത്, അതായത് നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ. അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം എക്സാംസുകൾക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2026-ൽ ഒരു ഗവൺമെന്റ് ജോലി തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾ ക്രാക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു പ്രൈവറ്റ് സെക്ടർ ജോബിലേക്ക് പോയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ അബ്രോഡ് പോയാൽ മതിയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിനോടകം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ നമ്മൾ
ഇപ്പോൾ ഈ ഒരു റീസെൻറ്റ് സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേൾഡിൽ ഇപ്പോൾ ഇറാൻ അമേരിക്ക വാറൊക്കെ നടന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ജോലിയാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സാലറി കട്ട് സംഭവിക്കുന്നുണ്ട്, സാലറി പെൻഡിങ് ആവുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ വലിയ തോതിലുള്ള പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് കാരണം തന്നെ AI മേഖല കാരണം തന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ ജോലി അവസരങ്ങൾ വരുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും അത് പറയേണ്ടതായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതൊരു വലിയ ഘടകമാണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷനും അതേപോലെ നിങ്ങൾക്കൊരു കോൺഫിഡൻസും നൽകുന്നത് ഈ ഒരു ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. സോ ആ ഒരു ജോബ് സെക്യൂരിറ്റി തന്നെയാണ് ഗവൺമെൻറ് എക്സാംസുകളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറികളും അലവൻസുകളും. അപ്പോൾ ഈ ഒരു സാലറി എന്ന് പറയുന്ന സമയത്ത് കാലാകാലങ്ങളിൽ ഓരോ പേ കമ്മീഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളതും നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാലറി ആയിരിക്കും. ഇപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 70,000 മുകളിലാണ് സ്റ്റാർട്ടിംഗ് സാലറി. KSEB സബ് എഞ്ചിനീയർക്ക് 40,000 മുകളിലാണ് സ്റ്റാർട്ടിംഗ് സാലറി. KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് 60,000 മുകളിലായിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി. അങ്ങനെ ഏതൊരു മേഖല എടുക്കുകയാണെങ്കിലും മികച്ച സാലറിയാണ് ഗവൺമെന്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ വർക്ക് ലൈഫ് ബാലൻസ്. നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമല്ല, നമ്മുടെ ലൈഫിൽ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം. കുടുംബത്തോടൊപ്പം അതേപോലെ തന്നെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയണം. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഏറ്റവും മികച്ച രീതിയിൽ ലഭിക്കുന്നുണ്ടാവുക സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെന്നുള്ളത് കൃത്യമായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ്. അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് റെസ്പെക്ട്. നിങ്ങൾ എത്ര ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും നിങ്ങൾക്ക് സോഷ്യലി കിട്ടുന്ന ആ ഒരു റെസ്പെക്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആൻഡ് പെൻഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻസിൽ ഒന്നാണ്. അപ്പം നിങ്ങൾ ഒരു 1-2 വർഷം ഈ സർക്കാർ സർവീസിൽ എത്തുന്നതിന് വേണ്ടി എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റിഗ്രറ്റും ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഈ ഒരു കാലഘട്ടം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൈ പിടിച്ചുയർത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. KSEB സബ് എഞ്ചിനീയറിൽ ഗോൾഡ് ബാച്ചിൽ നിന്ന് മാത്രം 120-ലധികം ഉദ്യോഗാർത്ഥികൾ, നോർമൽ ബാച്ചിൽ അതിൽ കൂടുതൽ ആളുകൾ. അതേപോലെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 10 റാങ്കിൽ 1, 2, 8, 9, 10 റാങ്കുകൾ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. അതേപോലെ തന്നെ പല എക്സാംസുകളിലും 1ാം റാങ്ക് വാങ്ങിയിട്ടുള്ളത് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. എൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള റിസൾട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ഗോൾഡ് ബാച്ച് ഇപ്പം നമ്മൾ പല എക്സാംസുകൾ കണ്ടു അല്ലേ. ഇതിനോടകം നിങ്ങൾ ഒരുപാട് എക്സാംസുകൾ കണ്ടു. KSEB സബ് എഞ്ചിനീയർ, ലെക്ചർ ഇൻ പോളിടെക്നിക്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEB അങ്ങനെ തുടങ്ങി RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, പല തരത്തിലുള്ള എക്സാംസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരം എക്സാംസുകൾക്ക് പഠിക്കുക. ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ ഒരുങ്ങി കഴിഞ്ഞാൽ, ഓരോ കോഴ്സുകൾ വാങ്ങിക്കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്പിൾ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മൾട്ടിപ്പിൾ എക്സാംസ് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് മൾട്ടിപ്പിൾ എക്സാംസുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ചിൽ എന്തെല്ലാം പ്രത്യേകതകൾ വരുന്നുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മെന്റേഴ്സ് നിങ്ങളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ക്ലാസ്സസിലെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമല്ല, റെക്കോർഡഡ് ക്ലാസ്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. അതുകൂടാതെ സ്റ്റഡി നോട്ട്സുകൾ, ടെസ്റ്റ് സീരീസുകൾ, റിവിഷൻ തുടങ്ങി ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഗവൺമെന്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു എൻട്രിയുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എൻട്രിയിൽ ഒരു കരിയർ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കരിയർ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എൻട്രി ഇന്നേ വരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫർ പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിക്കൽ കഴിഞ്ഞ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ, 2026 ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഒരു ഗവൺമെന്റ് സർവീസിൽ തന്നെ കയറാൻ നിങ്ങളെ കൊണ്ട് കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.